നമസ്കാരം. നമ്മൾ സ്കൂളിൻ്റെ മാഗസീന് നമ്മളൊരു ഓർമ്മക്കൂട്ട് എന്നുള്ളൊരു മാഗസീനിക്ക് വേണ്ടിയിട്ടൊരു നമ്മൾ അഭിമുഖ പരിപാടി നടത്തുന്നുണ്ട്. ടീച്ചറെ നമ്മൾ ഈ അഭിമുഖകാരിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇപ്പോൾ അവിടെ ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്, അതേപോലെ ടീച്ചർ എത്ര കാലം അവിടെ സർവീസിലിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ? ഞാൻ 1983 ജോയിൻ ചെയ്തു. പിന്നെ എത്ര വർഷത്തെ ഒരു സർവീസ്? 2019 റിട്ടയർ ചെയ്തത്. 16 വർഷം 10 മാസം. ഞങ്ങള് ടീച്ചറുടെ കൂടെ സർവീസിലിരുന്ന ആൾക്കാരാണ്. ഇവര് ഫസ്റ്റ് ടീച്ചർക്ക് അന്ന് ജോയിൻ ചെയ്ത അന്നത്തെ കാലത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ, ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ? അന്ന് പിന്നെ ഉള്ള ടീച്ചർമാരൊക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ടീച്ചർക്ക് ആദ്യ പരിചയം ഉണ്ടായിരുന്നു. ജാന ടീച്ചറൊക്കെ അന്ന് ഉണ്ടായിരുന്നല്ലോ. കുറുക്കുമാഷി അറിയായിരുന്നു. ജാന ടീച്ചറൊക്കെ അന്ന് എച്ചമായിരുന്നു. കുറുക്കുമാഷ നന്നായിട്ട് അറിയായിരുന്നു. ഫാമിലി ആയിട്ട് തന്നെ അറിയായിരുന്നു. അതുപോലെ ജാന ടീച്ചർ നന്നായിട്ട് അറിയായിരുന്നു. ജാന ടീച്ചർ എല്ലാ സഹായവും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ മറിയ ടീച്ചറെ അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടത്. അതിനുശേഷം അവരുടെയൊക്കെ എല്ലാവരും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ടീച്ചറുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. ഞാൻ ആദ്യം 4ാം ക്ലാസ്. പിന്നെ ടീച്ചർ പോരുമ്പോഴും പിന്നെ ഞാൻ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1ാം ക്ലാസ്സിലേക്ക് മാറി. അവിടെ 10 വർഷം ഇരുന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും 2ലേക്കും 3ലേക്കൊക്കെ വന്നു. പിന്നെ ടീച്ചർ 3ല് പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ 3ലേക്ക് വന്ന് ഞാൻ പിന്നെ നിശയൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ അനുഷയൊക്കെ അവിടെ ആ സമയത്താണ് 3ലേക്ക് വന്നത്. ഞാനേതായാലും ആദ്യമായിട്ട് എനിക്ക് എന്റെ കോവർക്കറായിട്ട് ടീച്ചറാണ് ഉണ്ടായിരുന്നത്. അത് സന്തോഷമായിരുന്നു. എനിക്ക് ആ വർഷം കാവ്യം കൂടി വന്നപ്പോ നല്ല അതിന്റെ ഏറ്റവും വലിയൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമായിട്ട് കിട്ടിയതാണ്. അതിന്റെ ഒരു ഇതെന്റെ ബാക്കിയത് തോന്നുന്നു. ഞാൻ ഇതുവരെ 4ക്ക് പോയിട്ടില്ല. ഞാൻ പിന്നെ 1ാം ക്ലാസ്സിൽ 10 വർഷം ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ 2-3 കഴിഞ്ഞിട്ട് വീണ്ടും 4ലേക്ക് തന്നെ. പിന്നെ 4ന്ന് പോരാനയച്ചിട്ടില്ല. എല്ലാ ക്ലാസ്സിലും ടീച്ചർ 1, 2 ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 4ന്ന് പോരാനയച്ചിട്ടില്ല. 4ലേക്ക് പറഞ്ഞിട്ട് ടീച്ചർക്ക് അന്നത്തെ ഈ ഒരു ഇതില് അധ്യാപനത്തിൽ ഏതെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ? കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ? എനിക്ക് പ്രത്യേകമായിട്ടൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ കുട്ടികളായിട്ടൊക്കെ നല്ല ഇന്ററാക്ട് ആയിരുന്നു. അത് നല്ല രസമായിരുന്നു കുട്ടികളായിട്ട്. തുടക്കത്തിലുള്ള കുട്ടികളെ പോലെ തന്നെ ആയിരുന്നു ടീച്ചർ ലാസ്റ്റ്? അതല്ല, നല്ല വ്യത്യാസം. തുടക്കത്തിലുള്ള കുട്ടികൾ പറഞ്ഞാൽ നമ്മള് ഒക്കെ ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇങ്ങനെ കുട്ടികളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനത്തെ എല്ലാത്ത കുട്ടികളായി. ബഹുമാനത്തിലും മാറ്റം ഉണ്ടായിരുന്നു. നന്നായിട്ട് മാറ്റം ഉണ്ടായിരുന്നു. നമ്മുടെ അവർക്കൊരു ഇതുമില്ലായിരുന്നു അവസാനം. പക്ഷെ നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മള് ചേർന്ന് കഴിഞ്ഞിട്ട് അവര് ചേർന്ന് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് ടീച്ചറായി കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷം നമ്മുടെ ഇതില് ചൊൽപ്പടിയിൽ അവർ നിൽക്കും. എന്നുവെച്ചാൽ ചൊൽപ്പടിയിൽ തന്നെ ചീത്ത പറഞ്ഞിട്ടും തല്ലിയിട്ടൊന്നുമില്ല. ആ സ്നേഹം കൊണ്ട് തന്നെ അവര് കൂടെ നിൽക്കും എല്ലാത്തിനും. ഈ കുട്ടികളുടെ അക്രമവാസന ആദ്യത്തെ കുട്ടിയാണെങ്കിൽ പിന്നീട് വന്ന മാറ്റം അന്നത്തേലേറെ ദൈവങ്ങൾ വികൃതിയാണെന്ന് പറയുന്നത്. അത് പിന്നെ ടീച്ചർ അത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ ആദ്യത്തേലേറെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. വികൃതി വെച്ചെങ്കില് അക്രമവാസന കൂടുതലായിരുന്നു കുട്ടികൾക്ക്. ആദ്യത്തെ കുട്ടികൾക്കൊന്നും അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ചെയ്യാനും ഇതിനൊക്കെ. പിന്നെ എല്ലാവരും പേടിയില്ലാണ്ട് ആരും പേടിയില്ല അവർക്ക്. അപ്പൊ അവര് നന്നായിട്ട് കാണിക്കുന്നു. പക്ഷെ നമ്മളെന്നാലും ഒരു പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒരു ബഹുമാനം LP വരുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. വലുതായി കഴിയുമ്പോ അവര് പിന്നെ സ്വഭാവം നന്നായിട്ട് മാറുക. പക്ഷെ LPന്ന് പോകണം നിഷ്കളങ്കത അവർക്ക്. എന്തൊക്കെ വികൃതി കാണിച്ചാലും ഒരു നിഷ്കളങ്കത അവർക്ക് ഉണ്ടായിരുന്നു. എപ്പിക്കാട് നാടും നാട്ടുകാരായിട്ടുള്ളൊരു എല്ലാ രക്ഷിതാക്കളും ഞാൻ പഠിപ്പിച്ച കുട്ടികളെ തന്നെ പിന്നെ എനിക്ക് രക്ഷിതാക്കളായിട്ട് അവിടെ എനിക്ക് നല്ല ഇതായിരുന്നു. അവർക്കും അതെ, എന്നോട് നല്ല ബഹുമാനമായിരുന്നു. രക്ഷിതാക്കൾക്കും ഒക്കെ അതെ, ആ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു.
ആ നമ്മളെ ടീച്ചറെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നൊക്കെ പിന്നെ ടീച്ചർമാരും രക്ഷിതാക്കളൊക്കെ നല്ലൊരു അടുപ്പത്തിൽ എല്ലാ കാര്യത്തിനും അവർ വിളിക്കും. നമ്മളങ്ങോട്ട് വിളിക്കും. ഞാൻ പറയായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും ഓണായിരിക്കും, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഇപ്പോൾ ഈ ഫോണിൻ്റെ ഒരു അന്ത് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ, അന്നൊക്കെ എങ്ങനെയായിരുന്നു? രക്ഷിതാക്കൾ വീട്ടിൽ സ്കൂളിൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അതായത് രക്ഷിതാക്കളൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്കൂളിൽ വന്നിട്ട് പറയും നമ്മളോട്. അപ്പോഴേ നമ്മളറിയുള്ളൂ, ഇനി എന്ത് നടന്നാലും അപ്പോഴേ അറിയുള്ളൂ. പിന്നെ ഫോണൊക്കെ വന്നപ്പോൾ പിന്നെ സുഖമായില്ലേ. ലാസ്റ്റ് പിന്നെ ടീച്ചർ നമ്മുടെ ഫോൺ ഉപയോഗം ഗ്രൂപ്പിൽ ഒക്കെ വന്നിട്ടില്ലേ, ഗ്രൂപ്പുകളൊക്കെ സ്കൂളിലൊക്കെ ഞങ്ങൾ അവസാനം പല കാര്യങ്ങളും ഇതിലാണ് നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടായിരുന്നല്ലോ. ക്ലാസ്സിലൊക്കെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൂടെ തന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ മാറ്റം ആദ്യം ക്ലാസ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് ഇപ്പൊ പഠിപ്പിക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള മാറ്റം അത് നമുക്ക് തുടങ്ങുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഈ പിന്നെ കൈകാര്യം ചെയ്യാൻ അത് വന്നപ്പോ പിന്നെ അതൊക്കെ അങ്ങോട്ട് ചെയ്തായിരിക്കണം. കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടി സുഖമായില്ലേ, പിന്നെ സുഖമായി. ടീച്ചർക്ക് അതാണ് എളുപ്പം, അങ്ങനെ സ്മാർട്ട് ക്ലാസ് ആയി ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു അധ്യാപനാണ് എളുപ്പം. അത് ആദ്യത്തെ രസം ഈ കുട്ടികൾക്കും ഇഷ്ടം അതാണ്. ഇടയ്ക്കൊരു എൻജോയ്മെന്റും നമ്മള് പാട്ടുകളൊക്കെ നമ്മൾ പാടിക്കൊടുക്കണേക്കാട്ടും നന്നായിട്ട് കുട്ടികൾക്ക് കേൾക്കാനൊക്കെ റിലാക്സ് ആവും. അപ്പൊ അതായിരുന്നു അതിന് കുറച്ച് നല്ല വശങ്ങളും ഉണ്ട്. അതുണ്ട്, നല്ല വശങ്ങളും ചീത്ത വശങ്ങളും തന്നെ ഉണ്ട്. സ്മാർട്ട് ആകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവർ വേറെ ഇതിൽ കൂടെയൊക്കെ പോകും. രക്ഷിതാക്കളെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ഒരു വേറെ വഴിക്കൊക്കെ പോകും. ശരിക്കും ഇത്ര കുട്ടികളല്ലല്ലോ, ഇപ്പൊ ലാസ്റ്റ് വന്ന അത്ര കുട്ടികളല്ലല്ലോ ആദ്യത്തെ കാലത്ത് ക്ലാസ് റൂമുകൾ. 45 ക്ലാസ് റൂമിൽ 45 കുട്ടികൾ എപ്പോഴും ഉണ്ടാവാറ്, 40 മേലെ കുട്ടികൾ എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇപ്പൊ ഒരു 30 കൂടുതലാകുമ്പോഴേക്കും ഒരുപാട് സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അന്ന് പിന്നെ ഇതുപോലെ അല്ലല്ലോ, നമ്മളങ്ങോട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾ കേൾക്കുക, എഴുതുക, വായിക്കുക. ഇപ്പൊ കുട്ടികളല്ലേ കാര്യമായിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ അവസാനപ്പോ തന്നെ ഞാൻ പിരിയുന്നവരുള്ളപ്പോഴേക്കൊക്കെ തന്നെ അങ്ങനെയായിരുന്നല്ലോ, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക, അങ്ങനെ തന്നെ ഇരുന്നല്ലോ ചെയ്തിരുന്നത്. ആദ്യമാകുമ്പോ നമ്മളത് പഠിപ്പിക്കുക, അവരെഴുതുക. പിന്നെ ചോദ്യത്തിന് പരീക്ഷ അങ്ങനെയല്ലേ വരിക, ചോദ്യം ചോദിക്കുക, ഉത്തരം എഴുതുക, അത്ര ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അതൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട്. എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിവിഷനിക്കാണെന്ന് ഞാൻ വന്നത്. വന്നപ്പോഴാണ് ഞാനും ടീച്ചറും സജി ടീച്ചറും എല്ലാ ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. 1ാം ക്ലാസ്സും 4ാം ക്ലാസ്സും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ 3 ഡിവിഷൻ എല്ലാ എനിക്ക് പിന്നെ ടീച്ചർക്ക് ഇതിലേക്ക് വന്നപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പൊ അങ്ങനെ സാധാ ചോദ്യം ഉത്തരം പഠിപ്പിക്കുന്നതിന് അതില്ല, അത് നമുക്ക് പല കോഴ്സുകളും ട്രെയിനിങ് കിട്ടും. നമ്മൾ മനസ്സ് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നമ്മൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. ശരിക്കും ഒരു അധ്യാപകന് വേണ്ടത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഒരു ചിന്താഗതി വന്നാലുള്ളൂ. അതെ, എന്നാലും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും. അയ്യോ ഇതിപ്പോ എങ്ങനെ പഠിപ്പിക്കുക, ഇത് എങ്ങനെ പഠിപ്പിക്കുക, ഇത് അങ്ങനെ പഠിച്ചാൽ ശരിയാവും, ഇങ്ങനെ പഠിപ്പിച്ചാൽ ശരിയാവും എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ടീച്ചർ പിന്നെ പുതിയ കാര്യമൊക്കെ പറയുമ്പോഴേ ടീച്ചറായിട്ട് പിന്നെ പഠിക്കാൻ ആദ്യം തയ്യാറായിരുന്നു. കാരണം പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോ അതെങ്ങനെയാണുള്ളത് ടീച്ചർ ആ ലാസ്റ്റ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഇതിലായിരിക്കും ഭയങ്കര കലാമേളയ്ക്ക് കലാമേളക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് അതായിരുന്നു, കലാമേളക്ക് കുട്ടികളെ ഒരുക്കുക. അത് എല്ലാ കൊല്ലം ആ കാലം കൂടെ ആവുമ്പോഴേക്കും ഓഗസ്റ്റ് മാസമൊക്കെ ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ തോന്നിയിരുന്നു, എനിക്ക് കുട്ടികളെ അത് പഠിപ്പിക്കണ്ടേ, ഇത് പഠിപ്പിക്കണ്ടേ. നമ്മളെ കുട്ടികൾക്ക് പിന്നെ സാധാരണ മറ്റു കുട്ടികളെ അത്ര രീതിയിൽ പാട്ടൊന്നും പഠിക്കുന്നില്ല കുട്ടികള്. അപ്പൊ പിന്നെ അത്ര രീതിയിൽ കിട്ടില്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഏകദേശം അവരെ കൊണ്ട് അതിന്റെ ഒരു മോഡല് ഫോണില് കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടീച്ചറിന്റെ കാലത്തൊക്കെ ആകുമ്പോ സ്കൂളിൽ തന്നെ അതന്നെ ഞാൻ എവിടുന്നെങ്കിലൊക്കെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചങ്ങനെ പാടിക്കൊടുത്ത് പഠിപ്പിക്കുന്നു. അവസാനപ്പോഴൊക്കെ പിന്നെ ഞാൻ ഫോണില് സ്മാർട്ട് ഫോണൊക്കെ തുടങ്ങിയപ്പോ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട്
അവർക്ക് ചൊല്ലിക്കൊടുക്കും. അതുപോലെ വാർഷികത്തിനുള്ള വാർഷികത്തിനുള്ള പഠിപ്പിക്കലൊക്കെ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം. വാർഷികം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. അല്ല ടീച്ചറും കുറേ അല്ലെ ടീച്ചറിന്റെ കുറേ പാട്ടുകളൊക്കെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം. അതുകൊണ്ട് കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് ഡാൻസും പാട്ടും ഒക്കെ കൊടുക്കുക. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുക. ഞാൻ റിട്ടയർ ചെയ്യുന്ന കൊല്ലത്തിലും കൂടി ഞാൻ എന്റെ ക്ലാസ്സിലത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. തേക്കുപാട്ടിന്റെ പാട്ടൊക്കെ അതെ, അന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചത്. അതിന്റെ ആ പാട്ട് തേക്കുപാട്ടിന്റെ നാടൻ പാട്ട് അതന്നെ. എല്ലാരും നന്നായി നല്ല അഭിപ്രായം പറയാറുണ്ടായി. ഖത്തറിന്ന് വന്നിട്ട് ഞാൻ ഖത്തർ പോയിരുന്നു. അത് കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെയാണ് ഞാൻ ഡാൻസ് പഠിപ്പിച്ചത്. പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ആ പരിപാടിയൊക്കെ ചെയ്യാനൊക്കെ. ഇപ്പോഴും ഞാൻ ഇവരൊക്കെ പഠിപ്പിക്കും. കവിതയൊക്കെ മലയാളത്തിലുള്ള കവിതയൊക്കെ പഠിപ്പിച്ചു. ടീച്ചർക്ക് റിട്ടയർഡ് ആവണം തന്നെ താല്പര്യമില്ല. ടീച്ചർ അപ്പോഴും തുടർന്ന് പഠിപ്പിക്കാൻ റെഡി ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ ടീച്ചർ? ആ ഒരു റിട്ടയർഡ് ആയതിനു ശേഷം ആ ഒരു അത് എന്താ പറയാ മിസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു പിന്നീട് അവർ തോന്നല്. അങ്ങനെ തോന്നിയിട്ടില്ല. വീട്ടിലും കുട്ടികളുണ്ടാവുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മടുപ്പേ ഉണ്ടായിട്ടില്ല. അവിടെ പിന്നെ നമുക്ക് പിന്നെ ഒരു 60 വയസ്സായി ഇരിക്കണം എന്നുള്ള നിയമമാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ പോവാന്ന് പറഞ്ഞാ പിന്നെ അല്ല പിന്നീട് അത് ഒരു മിസ് ചെയ്യണ പോലെ അല്ല ആദ്യമൊക്കെ ഒരു 3-4 മാസമൊക്കെ നമുക്ക് വിഷമം. പിന്നെ ഇപ്പൊ അതങ്ങനെ അങ്ങനെ പോയി. ടീച്ചർ ഈ ഒരു അധ്യാപനം എന്നുള്ളത് സ്വന്തം ഇഷ്ടത്തിലാണോ പിന്നെ അങ്ങനെ പഠിപ്പ് വന്ന് അങ്ങനെ ജോലി ചേർന്നതാണ്? ഈ അധ്യാപനത്തോടുള്ള ഇഷ്ടമുണ്ട് ചേർന്നാണ്. LP തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇന്ന് പിന്നെ TTC കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കൂടുതൽ പഠിക്കണ്ടേ, എന്നാലല്ലേ BEd കഴിഞ്ഞിട്ടല്ലേ വലിയ സ്കൂളിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ TTC കഴിഞ്ഞപ്പോ അപ്പൊ അച്ഛനും പറഞ്ഞു TTC കഴിഞ്ഞില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ സ്കൂളിലെവിടെയെങ്കിലും നോക്കാന്ന്. LP തരത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചൊരു സ്നേഹമോ കാര്യങ്ങളൊക്കെ LP തരത്തിൽ പഠിപ്പിക്കാൻ ഏറ്റവും സുഖം. ഏറ്റവും സുഖമുള്ള പണി സ്നേഹമുള്ള കുട്ടികൾ. അത് പക്ഷെ നമ്മളെടുക്കുന്ന കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുക. അങ്ങോട്ട് നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണോ അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. ചെറിയ കുട്ടികളാവുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴും ടീച്ചർ പുറത്ത് പോകുമ്പോ ഒരാളെങ്കിലും പോലെ പഠിപ്പിച്ചവരെ അധികം. പക്ഷെ ചിലവര് നമ്മളെ കാണാറുണ്ടോന്ന് അറിയില്ല. ചിലവര് ടീച്ചറെ വിളിച്ച് വരുമ്പോ എന്തൊരു സന്തോഷാന്ന് അറിയുന്നത്. കണ്ടിട്ട് കുറെ കാലായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടേ ഞാൻ പറയുന്നു എല്ലാവരോടും, അങ്ങോട്ട് മനസ്സിലാവില്ല. ഒരു വലുതായി കഴിയുമ്പോ നമുക്ക് കുട്ടികളെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ എന്നെ അവർക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. എന്റെ ചായക്ക് ഒരു മാറ്റം വരില്ലല്ലോ, എന്നും അതേപോലെ ഇരിക്കില്ലേ. അന്ന് ടീച്ചർ ഉണ്ടാകുന്ന കാലത്തൊക്കെ രക്ഷിതാക്കളായിട്ടുള്ള ഒരു കണക്ഷൻ, സ്കൂളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾ വരും, മീറ്റിംഗ് വിളിച്ചാലൊക്കെ വരും. അങ്ങനെ ഇതുപോലെ ക്ലാസ് PTA-കളൊന്നും അധികം ഉണ്ടായിരുന്നതല്ലോ. അത് ഉണ്ടാവാൻ തുടങ്ങിയപ്പോ പിന്നെ എല്ലാവരും വരുന്നു. അതില്ലാത്തപ്പോഴാണെങ്കിലും അതെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അപ്പോഴേ രക്ഷിതാക്കൾ വരുള്ളൂ. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം, കുട്ടികളെ പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിലൊക്കെ രക്ഷിതാക്കൾ വരും. പണ്ടൊന്നും ഇത്രയൊന്നും രക്ഷിതാക്കള് ഇങ്ങനെയൊന്നും കുട്ടികളെ നൽകിയിട്ട് വരില്ലായിരുന്നു. ഇപ്പൊ രക്ഷിതാക്കള് കുറെ എഡ്യൂക്കേറ്റഡ് അല്ല, അന്നൊക്കെ ഒന്നും എഡ്യൂക്കേറ്റഡ് ഇല്ല. എന്നാലും അതെ നമ്മളെ വഴിക്കുന്ന കാണുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. സീനിയറായിട്ട് അധ്യാപകർ വരെ വേറുണ്ടായിരുന്നു. ചാരി ടീച്ചറുണ്ടായിരുന്നു, പുള്ളിക്കുത്തന്നെ വീട്ടിലെ ജാനി ടീച്ചറുണ്ട്, മറേ ടീച്ചർ, കുഞ്ഞ ടീച്ചറൊക്കെ എൻ്റെ സീനിയറായിട്ടുണ്ട്. പിന്നെ ചാമി മാഷുണ്ടായിരുന്നു, ചാമി മാഷുണ്ടായിരുന്നു. പിന്നെ ഞാനും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ 8 ആളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരറബി മാഷ ആദ്യമായിട്ട്
ആ മാഷാണ് സത്താർ മാഷ് ഉണ്ടായിരുന്നു. സത്താർ മാഷ് ആ ആ സത്യം. സത്താർ മാഷ് ആൽബേറ്റുണ്ടായിരുന്നു. ഇവര് ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ ഡിസ്ട്രിക്ട് ഇപ്പൊ ഒപ്പം ഉണ്ടായിരുന്നവരായിട്ട് ആദ്യം വന്നവരിൽ ഇപ്പൊ ഇപ്പം മറിയപ്പൂ ടീച്ചർ കുഞ്ഞുമേ ടീച്ചറായിട്ട് പിരിഞ്ഞു പോയത്. പിന്നെ പിന്നെ ഇപ്പൊ മാഷായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതാ ഇവിടെ നിങ്ങളായിട്ടൊക്കെ സജി ഇറക്കി വിളിക്കും. നമ്മുടെ സ്കൂള് അന്നത്തേലേറെ ഒരുപാട് മാറി. ടീച്ചറുടെ ആ ഒരു മാറ്റത്തിൽ ഇല്ല ഇനി മാറണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളൊരു സ്കൂളിനെ കുറിച്ചിട്ട് സ്വപ്നം മാറണം, നന്നായിട്ട് മാറിയെങ്കിൽ ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ സമൂഹമായിട്ട് നമുക്ക് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. പക്ഷെ കുട്ടികളെ നമ്മുടെ ചെറിയ കുട്ടികളാവുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ അവരെ ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മൾ കുറേ കൊടുത്തു കൊണ്ടുവന്നാൽ വ്യത്യാസം വരും. പക്ഷെ അത് രക്ഷിതാക്കളോടും കൂടി നന്നായിട്ട് പറയണം. ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ ഫോൺ ഉപയോഗം, അപ്പോൾ അതിനൊക്കെ കുറിച്ച് നല്ലോണം രക്ഷിതാക്കളെ ബോധവാന്മാരാക്കിയിട്ട് ആണ് നമ്മളും സ്കൂളിൽ നിന്ന് അങ്ങനത്തെ ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ കുട്ടികളെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളിതിൽ കുട്ടികളെ കൊണ്ടുവന്നാൽ കുട്ടികൾ നന്നാവും, സ്കൂളും നന്നാവും. ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് അതുപോലെ അധ്യാപകരോട് രക്ഷിതാക്കളോട് ഇവരോടൊക്കെ ടീച്ചർക്ക് കൊടുക്കാനൊരു മെസ്സേജ് ഓരോന്നായിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതായിട്ട് പറഞ്ഞു ടീച്ചർ മനസ്സിലായത് അവരെ ഇനിയുള്ളവരെ എങ്ങനെയാവണം എന്നുള്ളൊരു കുട്ടികളോടെന്ന് പറഞ്ഞാൽ കുട്ടികൾ അധ്യാപകരെ ബഹുമാനിച്ച് അങ്ങനെ മുമ്പ് ആ കുട്ടികൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ചെയ്യും. അധ്യാപകരെ ബഹുമാനിച്ച് അവർ പറയുന്നതിനനുസരിച്ചിട്ട് സ്കൂളിലാവുമ്പോൾ പിന്നെ അത് ചെയ്യണം എന്നുള്ളതല്ലേ, അധ്യാപകരെ ബഹുമാനിക്കേണ്ടത് ആവശ്യമല്ലേ. അപ്പോൾ അവരെ ബഹുമാനിച്ച് അവർ പറയുന്നത് അനുസരിച്ച് അതുപോലെ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല അഭിവൃദ്ധി. രക്ഷിതാക്കൾക്ക് കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യണം. കുട്ടികൾക്കുള്ള ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികളോട് പെരുമാറണം. വെറുതെ പിടിച്ച് തല്ലിയിട്ടൊന്നും കാര്യമില്ല. കുട്ടികളെ പിടിച്ച് സ്കൂളിൽ നിന്നാണെങ്കിലും ടീച്ചർമാർക്കാണെങ്കിലും കുട്ടികളെ വെറുതെ പിടിച്ച് തല്ലിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ മനസ്സിലാക്കി. പഠനത്തിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ സ്നേഹം അതിന് നല്ല പ്രാധാന്യമുണ്ട്. എന്നാലാണ് കാര്യങ്ങൾ ശരിക്കും നടക്കുള്ളൂ. പഠനം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളും അധ്യാപകരും തമ്മിൽ നല്ല സ്നേഹത്തോടെ കൂടിയിട്ടുണ്ട്. ചെറിയ ശിക്ഷകളും അത് നമ്മളെ നന്നായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ശിക്ഷ കൊടുത്താൽ അവർക്ക് അംഗീകരിക്കുക, അവർക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുക, ചീത്ത പറയുകയും ചെയ്യുക, എന്നിട്ട് അവർ ചെയ്തതിനും വല്ലതിനും നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ദേഷ്യം വരും. അപ്പൊ അവരതിനനുസരിച്ച് ഞങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ പുതിയ തലമുറയിലുള്ള അധ്യാപകർക്കുള്ള ഒരു ടീച്ചറുടെ ഒരു അധ്യാപകത്തിൽ ഒരു 35 വർഷം ടീച്ചർ ഇങ്ങനെ മനസ്സിൽ ഞാൻ ഒരു മുറുകെ പിടിച്ചൊരു ഇതുണ്ടാവുമല്ലോ, ഞാൻ അധ്യാപികയാണ്, ഞാൻ ഇങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ടീച്ചർക്ക് ഇത്രയും നല്ലൊരു സർവീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ടീച്ചർക്ക് തോന്നിയൊരു കാര്യം ഒരു അധ്യാപകനാകുമ്പോൾ ഇതിന്റെ കാര്യം ശ്രദ്ധിക്കണം. അത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് നമുക്ക് നല്ല പങ്ക്. അത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് തന്നെയാണ് കുട്ടികളുടെ സ്വഭാവം. നമ്മൾ നന്നായിട്ട് കുട്ടികളോട് പെരുമാറി അവരോട് നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ നമുക്കും തിരിച്ച് പെരുമാറാം, അവർക്ക് മറ്റുള്ളവരോടും അങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കും. ആ ഒരു സ്വഭാവം രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് സമൂഹത്തിൽ നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലൊന്നും ശരിയില്ല. കൂടെ രക്ഷിതാവും കൂടി സഹകരിച്ചാൽ ഏറെ നല്ലതാണ്. അതായത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണമൊക്കെ നേരെ ശരിക്കും ശരിയായിട്ട് വരും. രക്ഷിതാക്കളും ടീച്ചർമാരും കുട്ടികളൊക്കെ ഒറ്റലായിട്ട് പോകും. നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കാൻ അപ്പോഴാണ് നല്ലൊരു കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ടീച്ചറെ അപ്പൊ നല്ലൊരു കാര്യങ്ങൾ ടീച്ചറുടെ കുറെ നല്ലൊരു അനുഭവങ്ങൾ ഞങ്ങൾക്ക് ടീച്ചറുടെ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാനും പറ്റി. കാരണം ഞങ്ങള് പുതിയ ആൾക്കാർക്ക് പുതിയതല്ല, നമ്മളിപ്പോ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന അധ്യാപകർക്ക് ടീച്ചറുടെ അനുഭവങ്ങളൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വളരെ
നന്ദി.